നമസ്കാരം. വെൽക്കം ടു സജീസ് ഫ്ലവർ ടൈം. എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ പുതുവത്സരാശംസകൾ. ഇപ്പോൾ 2024 നമ്മളോട് വിട പറയാണ്. 2025ലേക്ക് നമുക്ക് സസന്തോഷം സ്വാഗതം ചെയ്യാം. എല്ലാവർക്കും നന്മ നിറഞ്ഞ ഒരു ശുഭാപ്തി വിശ്വാസത്തോടുകൂടിയുള്ള ഒരു പുതുവത്സരം നേരെയാണ്. കഴിഞ്ഞെല്ലാം മറന്ന് നല്ലതിന് മാത്രം സ്വീകരിക്കാനുള്ള ഒരു മനസ്സിലൂടെ എല്ലാവരും തയ്യാറാകണം. സജീസ് ഫ്ലവർ ടൈംസിൻ്റെ പേരിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതുവത്സരാശംസകൾ. ഇന്ന് പുതുവത്സരമായിട്ട് നമുക്ക് പുതിയ ഐറ്റമുണ്ട്. റോസ്റ്റ് ചിക്കൻ, നല്ലൊരു കോണ്ടിനെൻ്റ് സ്റ്റൈലിൽ റോസ്റ്റ് ചിക്കൻ വിത്ത് റോസ്റ്റ് പൊട്ടാറ്റോ റൂട്ട് വെജിറ്റബിളുണ്ട്. അപ്പോൾ നമുക്ക് ഐറ്റം റോസ്റ്റ് ചിക്കൻ ഞാൻ ലുലു എന്നാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ റോസ്റ്റ് ചിക്കൻ അവിടെ വിത്ത് സ്കിന്ന് കിട്ടും. അപ്പോൾ 1 കിലോന് 1,200 ഒരു ചിക്കനാണ് തിരഞ്ഞെടുക്കുക. അപ്പോൾ റോസ്റ്റ് ചിക്കൻ അതുപോലെ തിരഞ്ഞെടുക്കുകയായിരിക്കും നല്ലത്. അതുപോലെ അതിൻ്റെ തൂകൽ ഒന്നും പൊട്ടാതെ നല്ല ക്ലീൻ ആയിരിക്കണം, പ്രത്യേകം നല്ല ഫ്രഷ് ആയിരിക്കണം. അതുകൊണ്ട് ലുലു ചെന്നാൽ എല്ലാം റെഡി ആയിരിക്കും. നമ്മൾ മറ്റുള്ള ഷോപ്പുകളിലൊക്കെ പോകണമെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. അപ്പോൾ സൂപ്പർ മാർക്കറ്റ് ഏതായാലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അത് നല്ല ചിക്കൻ ആയിരിക്കണം. ചിക്കൻ അവിടെ ഇവിടെ ഒന്നും ഒടിവില്ല അതൊന്നുമില്ലാത്ത നല്ല ഫ്രഷ് ആയിട്ടുള്ള വൈറ്റ് കളറുള്ള ചിക്കൻ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതിന് നമ്മൾ മസാല പറ്റാനായിട്ട് പെപ്പറാണ്, ബ്ലാക്ക് പെപ്പർ 1 ടീസ്പൂണോളം ബ്ലാക്ക് പെപ്പർ, സോൾട്ട്, നമുക്ക് സീ സോൾട്ട് കിട്ടുമെങ്കിൽ അതായിരിക്കും ബെസ്റ്റ് കേട്ടോ. ഹെർബ്സായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരുന്നത് റോസ്മേരിയാണ്. അല്പം ഓയിൽ, ഒനിയനും എല്ലാം ഒരു ക്വാർട്ടറായിട്ട് ഒനിയനും ഗാർലിക്കൊക്കെ ഇട്ടു. 2 പുറം മാറി നമ്മൾ മാരിനേഷൻ ചെയ്യണം. മാരിനേറ്റ് ചെയ്ത് നമ്മളൊരു 2 മണിക്കൂർ ചില്ലറിൽ റെസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് കേട്ടോ. മാരിനേഷൻ ഉള്ളിലേക്ക് വലിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് അപ്ലൈ ചെയ്യുക. നന്നായിട്ട് അപ്ലൈ ചെയ്ത്, കാരണം സ്കിന്നുള്ളതല്ലേ, സ്കിന്ന് നല്ല കളർ വരാനായിട്ട് അല്പം എപ്പോഴും ഓയിൽ, സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലാണ് നല്ലത്. നമുക്ക് ചിക്കൻ്റെ ഉള്ളിൽ നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഞാൻ ഒരു ഓറഞ്ച്, ഒനിയൻ, ഗാർലിക് എല്ലാം വെച്ചു. കോണ്ടിനെൻ്റ് മാരിനേഷൻ ആയതുകൊണ്ട് അത്ര ഷാർപ്പ് മാരിനേഷൻ അല്ല. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ റോസ്റ്റ് ചിക്കന് ഒന്ന് മാരിനേഷൻ ഉള്ളിൽ കയറാൻ വേണ്ടി നമ്മളൊന്ന് കൊണ്ടൊന്ന് കുത്തി കൊടുക്കുന്നതല്ലായിരിക്കും. പ്രത്യേകിച്ച് ചിക്കൻ്റെ ജോയിൻറ്റുകളിൽ, ബ്രസ്റ്റുകളിലൊക്കെ എല്ലാം കുത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ മാരിനേഷൻ ഉള്ളിൽ പിടിക്കാനായിട്ട് നല്ല ഈസിയാണ്. അപ്പോൾ നമ്മളൊരു 2 മണിക്കൂർ നമ്മൾ ചില്ലിൽ വെച്ചതിന് ശേഷം ചിക്കൻ മാരിനേറ്റ് ചെയ്ത് ചിക്കൻ മലർത്തിയാണ് വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം വയ്ക്കുന്നത് 170 ഡിഗ്രി ചൂടിൽ ഒരു 50 മിനിറ്റോളം നമ്മൾ വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇത് പോരായികയാണ്. ഓവൻ്റെ ചൂടും നിങ്ങൾ എത്തരത്തിൽ വേണം. നല്ല സോഫ്റ്റ് ചിക്കനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നല്ല സോഫ്റ്റ് ചിക്കനാണെങ്കിൽ അല്പം ടെമ്പറേച്ചർ കൂടുതൽ വയ്ക്കുക, അല്പം സമയം കുറവ് വയ്ക്കുക, കൂടുതൽ ടെമ്പറേച്ചറിൽ വയ്ക്കുക. നമ്മൾ 170 ഏകദേശം 50 മിനിറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ റോസ്റ്റിങ്ങിനാവും. അല്ലെങ്കിൽ നമുക്കൊരു 10 മിനിറ്റ് കൂടി വയ്ക്കാം. ഈ വെജിറ്റബിൾ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. അത് റൂട്ട് വെജിറ്റബിൾ നമുക്ക് തിരഞ്ഞെടുക്കാം. ഞാൻ ന്യൂ പൊട്ടാറ്റോയാണ് തിരഞ്ഞെടുക്കുന്നത്. അതിൽ 2 ടേബിൾ സ്പൂൺ സോഫ്റ്റ് ബട്ടറും സോൾട്ടും പെപ്പറും നമ്മൾ ചിക്കൻ ഇട്ട മാരിനേഷനൊക്കെ ഇട്ടിട്ട് നമ്മൾ ചിക്കൻ ഹാഫ് ഏകദേശം ഒരു 40 മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു 20-25 മിനിറ്റ് നമുക്ക് പൊട്ടാറ്റോ ഒക്കെ കുക്കാവാനായിട്ട് എടുക്കും. അപ്പോൾ നമ്മുടെ ടൈം അങ്ങനെ ബാലൻസ് ചെയ്ത് വേണം നിങ്ങൾ ഇടാനായിട്ട്. അല്പം ബട്ടർ നമ്മൾ എടുത്ത് അതിൻ്റെ മേലെ, ചിക്കൻ്റെ മേലെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കളർ കിട്ടും, നല്ല ഫ്ലേവർ കിട്ടും കേട്ടോ. അപ്പോൾ ചിക്കൻ ഏകദേശം റോസ്റ്റ് ആയിട്ടുണ്ട്. ഞാൻ കമിഴ്ത്തി വെച്ചിട്ടുണ്ട്. നമ്മൾ മലർത്തിയാണ് വെച്ചത്. ബ്രസ്റ്റ് ഭാഗം എപ്പോഴും കുക്കാവാൻ ടൈം എടുക്കും, ജോയിൻറ്റുകൾ കുക്കാവാനായിട്ട് ടൈം എടുക്കും. നമ്മളപ്പോൾ അത് റെഡി ആക്കിയിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾ ചിക്കൻ ഉണ്ടാക്കി നോക്കുക. താങ്ക് യു ടു എവരിബഡി. വൺസ് അഗൈൻ ഹാപ്പി ന്യൂ ഇയർ.